ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ റിവ്യൂ മാറ്റാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സാരി നിങ്ങൾക്കുമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ് ഞാൻ കേട്ടോ. അപ്പോൾ മീഷോ നിന്ന് 392 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു അടിപൊളി സാരിയാണ്. ബനാറസ് സിൽക്ക് സാരിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമുക്ക് സംസാരിച്ചേണ്ടത് നേരം കളയുന്നില്ല, വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശരണ്യ എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ നിൽക്കുന്നതാണ് കേട്ടോ. പുതുതായി ആരെങ്കിലും കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. 392 രൂപയ്ക്ക് മീഷോ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു അടിപൊളി കിഡിലും ബനാറസ് സിൽക്ക് സാരിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അടിപൊളി സാരിയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസിൻ്റെ തുണി കൂടി വരുന്നുണ്ട്. ഒരു അടിപൊളി ഒരു മെറ്റീരിയലാണ്. ഞാൻ ഇതിൻ്റെ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. ഫുള്ളായിട്ട് നമുക്കിത് ഇതേപോലൊരു എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഇത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് വരുന്നത്. കരിനീലും റെഡും ആണ് വരുന്നത് കേട്ടോ. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു റെഡാണ്. പിന്നെ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയുടെ മുന്താണിയുടെ ഭാഗമാണ് ഈ റെഡ് കളറിൽ വന്നിട്ടുള്ള ഡിസൈനുള്ള ഭാഗത്താണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. നമുക്ക് 1 ലെയർ ആയിട്ടിട്ടാലും ഫ്ലീറ്റഡ് ഇട്ട് ഉപയോഗിക്കാനായാലും അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കളറ് പറയുമ്പോൾ 6 കളേഴ്സോളം നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ് ഈ സാരിയുടെ. ഈ ഒരു റേറ്റിന് തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലൗസിൻ്റെ തുണിയും കൂടി ഉണ്ടാകും, ഞാനത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ റൗണ്ട് ആയിട്ട് ഇതുപോലത്തെ ഒരു വർക്കിംഗ് ആണ് വരുന്നത് ഈ ഒരു സാരിക്ക്. എല്ലാം മിക്കതും ഈ ഒരു ഡിസൈൻ തന്നെയാണ് മിക്ക സാരികൾക്കും വരുന്നത്. എങ്കിൽ കൂടി തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെയർ ചെയ്യുമ്പോഴും കിടിലായിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ്. സാധാരണ ബ്ലൗസിൻ്റെ തുണി എല്ലായിടത്തും ചെറുതായിട്ട് ഒരു കേടുപാടുകളുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയലായിരിക്കും നമുക്ക് പൊതുവെ കിട്ടാറ്. പക്ഷേ ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. റൗണ്ട് നെക്കായിട്ടാണ് ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. 3/4 കൈയായിട്ടാണ് അടുപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ഞാനിത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആണ് ഞാൻ വെയർ ചെയ്യാത്തത്. വെയർ ചെയ്യണത് ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യണത് കേട്ടോ. അപ്പം അത്രമാത്രം രൂപ അഥവാ 400 രൂപയുടെ ഉള്ളിലുള്ള ഒരു കിഡിലും ഒരു സാരിയാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ.